നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മാതൃകയാക്കുന്ന ഫൈന്നഹു യംബഗി ലികുല്ലി അഹദിൻ അൻ യതഖല്ലഖ ബി അഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മാതൃകയാക്കുന്ന വയഖ്തദി ബി അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖരീരിഹി ഫിൽ അഹ്കാമി വൽ ആദാബി വസായിരി മആലിമിൽ ഇസ്ലാം. എല്ലാം വന്നു. ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളിൽ, മര്യാദകളിൽ, വിധികളിൽ, അവിടുന്ന് വാക്കുകൾ, പ്രവൃത്തികൾ, ഇതൊക്കെ മാതൃകയാക്കുന്നവരെന്ത് ചെയ്യണമെന്നറിയോ? വഅൻ യഅ്തമിദ ഫീ ദാലിക മാ സ്വഹ. അതാ പോയിന്റ്. സ്വഹീഹായതിനെ അവലംബിക്കണം. വയജ്തനിബ മാ ളഅഫ. ലഈഫായതിനെ ഒഴിവാക്കണം. എന്നിട്ട് സുന്നത്തിന് വലാ യഅ്തർ ബി മുഖാലിഫൈ അസ്സുനൻ അസ്വഹീഹ. സ്വഹീഹായതിനെ എതിരാകുന്നവരെ കണ്ട് നീ വഞ്ചിതനാകണ്ടട്ടോ. വലാ യുഖല്ലിദ് മുഅ്തമദി അൽ അഹാദിസ് ലഈഫ. ലഈഫായ ഹദീസുകളെ അവലംബിച്ചു പോകുന്നവരെ നീ തഖ്രീർ ചെയ്യണ്ട, അന്ധമായി അനുകരിക്കണ്ട, ഉസ്താദുമാർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോകണ്ട. എന്നിട്ട് ആയത്ത് കൊടുത്ത ഏതറിയോ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു എന്ന ആയത്ത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്ത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്ന ആയത്ത്. ഇത്ര ആയത്തുകൾ വെച്ചിട്ട് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് ഇത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കി. അപ്പോൾ ലഈഫും കാര്യങ്ങളും തേടിപ്പോണ്ട, സ്വഹിയായ രീതിയോടെ വ്യക്തമാണ്. അത് ഉൾക്കൊള്ളുക. നിസ്കാരം കഴിഞ്ഞേക്കന്നെ ബിദ്അത്തിക്ക് പോകാതിരിക്കുക. അത് നിസ്കാരത്തെ ബാധിക്കും എന്നൊരു പേടി ഉണ്ടാകുക. അതാണ് ആ വിഷയത്തെ സൂചിപ്പിക്കാറുള്ളത്.